സോ എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. UPSC സിവിൽ സർവീസ് എക്സാമിലെ GSൻ്റെ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്ത് പറയാമോ എന്ന്. ഇത് ആക്ച്വലി ഡീകോഡ് ചെയ്യാനൊന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഗോത്രൂ ചെയ്താൽ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പോലും ഞാനിതിവിടെ കൊടുത്തേക്കാം. നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാമിലെ GS പാർട്ടിൻ്റെ സിലബസ്, GS CSAT പിന്നെ ഓപ്ഷനിലാണ് വരുന്നത്, പിന്നെ ലാംഗ്വേജസ്. ആൻഡ് അതിൽ GSൻ്റെ സിലബസ് GS1 പേപ്പർ 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി പോലത്തെ സബ്ജക്ട്സ് ആണ്. GS പേപ്പർ 2 പൊളിറ്റി, ഗവേണൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് പോലുള്ള ടോപ്പിക്സ് ആണ്. GS3ലാണ് ഇന്ത്യൻ ഇക്കോണമി അഥവാ ഇക്കണോമിക്സ്, അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി പോലത്തെ പാർട്ട് വരുന്നത്. ഫൈനലി GS4 പേപ്പറിലാണ് എത്തിക്സ് ആൻഡ് ഇൻറ്റഗ്രിറ്റി വരുന്നത്. എത്തിക്സ് ആക്ച്വലി GS4 ആക്ച്വലി മെയിൻസിന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ പൊളിറ്റി, ഗവേണൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ എന്തായാലും നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ബിഫോർ പ്രിലിംസ് ഇറ്റ് സെൽഫ് കവർ ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി അടക്കം. സോ ആൻഡ് സ്റ്റാറ്റിക് പാർട്ട് കറണ്ട് അഫയേഴ്സോട്ട് എപ്പോഴും കണ്ടക്ട് ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. സോ ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഡീകോഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. സോ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് എ ലോട്ട്.